അങ്ങനെ സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നന്നാവില്ല. മൊത്തത്തിൽ ഇത് പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ സ്ത്രീകളുടെ കാര്യങ്ങൾ നന്നാവണമെങ്കിൽ ആദ്യം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺപിള്ളേരോടും പെൺപിള്ളേരോടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടുന്ന് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ പാർട്ണർ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? നമ്മുടെ മകൾ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? എന്നാൽ മകനോ ഭർത്താവോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള റിയാക്ഷൻ ഇതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസമായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര പ്രശ്നബാധിതമായ ഒരു ഏരിയയാണ്. സ്ത്രീകൾ ഇടപെടുന്ന മറ്റെല്ലാ മേഖലയും പ്രശ്നമായതുപോലെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ സിനിമകളിലും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന പെൺപിള്ളേരോട് നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഒന്നും സെറ്റിൽ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ഇല്ലാതായി പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കൂടെ പെൺപിള്ളേർ ജോലി ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അടുത്ത സിനിമ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. ഇതൊരു ടോട്ടൽ സമൂഹത്തിന് മൊത്തം എല്ലാ ഏരിയയിലും, അതായത് ഇതിൻ്റെ ഒരു ബിഗിനിങ് സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മാത്രം ശരിയാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒക്കെ സിനിമ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരല്ല, ഇനി ഈ ഒരു പുതിയ ജനറേഷനെ പോയി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, കാരണം നമ്മളിപ്പോഴും റീസെൻ്റ്ലി ജോലി ചെയ്യുമ്പോൾ പെൺപിള്ളേർ ഈ പ്രശ്നങ്ങളും ഇതെല്ലാം നേരിടുന്നുണ്ട്. സിനിമയെ മാത്രമല്ല സകലമാന സ്ഥലത്തും. വീടിൻ്റെ അകത്തും ആദ്യം ശരിയാക്കണം, എന്നിട്ടാണല്ലോ. അപ്പോൾ പെൺപിള്ളേർ ആദ്യത്തെ സിനിമയിൽ ഒരു പെൺകുട്ടിയോ ഒന്നിൽ കൂടുതൽ പെൺകുട്ടിയോ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉറന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ പോലും പെണ്ണുങ്ങൾ വന്ന ആകപ്പാടെ പ്രശ്നമാകും എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ പെൺപിള്ളേരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വുമൺ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചർച്ചകൾ, നമ്മുടെ മുമ്പോട്ടുള്ള പോക്കുകളൊക്കെ എനിക്ക് പേഴ്സണലി കുറേ കൂടെ പോസിറ്റീവ് ആകുന്നതായിട്ട് നന്നായിട്ടുമാണ് തോന്നുന്നത്. ആ ഫീൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടായാൽ ഇത് ഭയങ്കര എളുപ്പമായി. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെ, ഇപ്പോൾ പെൺപിള്ളേർ വന്നു കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പാടാണ്, അവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല, അതുകൊണ്ട് പെൺപിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്നൊക്കെ പറയും. സോ ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാരവാൻസ് മറ്റാൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, എന്നാൽ അതൊരു സിനിമയുടെ ബഡ്ജറ്റിനെ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നമ്മളായിട്ടത് ചില കാര്യങ്ങൾ വേണ്ടാന്നങ്ങ് വെക്കുകയാണ്. അത് ഒരു പെൺപിള്ളേരായതുകൊണ്ട് കൊണ്ടുപോകണ്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നൊരു അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു വുമൺ പേഴ്സ്പെക്റ്റീവ് പുരുഷ സമൂഹത്തിനുണ്ടായി വരിക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പെട്ടെന്ന് ഒരാളെ പോയിട്ട് ഒരു 30 വയസ്സുകാരനോ 40 വയസ്സുകാരനോ ഒക്കെ പോയി പഠിപ്പിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് കുറച്ചേലും മനസ്സിലായിട്ടുള്ളത് നമുക്ക് അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ അടുക്കള കിടന്ന് അത്രയും പണി ചെയ്തത് കൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല. ഞാൻ അടുക്കള പോയി പണി ചെയ്തില്ലെങ്കിൽ ആ സിനിമ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇത്തരം എന്താ പറയുക, ഇതേതായാലും വളരെ രസമുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമേനെ ക്രിയേറ്റീവാക്കാൻ പറ്റും. പെൺപിള്ളേർ വന്നു കഴിയുമ്പോൾ അവർക്കൊരു വുമൺ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കും. ആ സീൻ അങ്ങനെ പ്രശ്നമില്ല ചേട്ടാ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഐ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അത് അങ്ങനെ തോന്നൽ എല്ലായിടത്തും ഉണ്ടാണ്, പ്രൊഡക്ഷനിലും സിനിമയുടെ എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പോൾ അത് ശരിയാവും. അതിപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടൊന്നും അതിനെ കാണേണ്ടതില്ല. ഇപ്പോൾ ഏത് സെറ്റ് ചെന്നാലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂമോ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പെൺപിള്ളേർ കൂടി വരുന്നുണ്ട്. ഈവൻ ആർട്ട് ഡയറക്ടറിലൊക്കെ പെൺപിള്ളേർ വരുന്നുണ്ട്. സോ അത് പെൺപിള്ളേർ തന്നെ മുമ്പോട്ട് വന്ന് അവർ തന്നെ അവരുടെ സ്പേസ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു കറേജും ഒക്കെ അതിന് കാരണമാണ്. എല്ലാം കൂടി ശരിയായി വരട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അസോസിയേറ്റ് ആ ലെവലിലൊക്കെ ഒന്നും വരുന്ന ഒരു ഭയങ്കര കുറവാണ്. എനിക്കൊന്ന് ശ്രീബാല കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കണ്ടിട്ടില്ല. കാതലിലുണ്ട്, കുഞ്ഞില എന്ന് പറയുന്ന ആൾ അസോസിയേറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പം ഞാനങ്ങനെ ചെയ്തത് വലിയ കാര്യമായിട്ടൊന്നും ഒരു കാര്യവും അല്ല. നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് എൻ്റെ മാത്രമോ അല്ലെങ്കിൽ ഞാൻ മാത്രം എടുക്കുന്ന ഒരു ഡിസിഷൻ്റെ പുറത്തല്ല. നമുക്ക് ഈ ഒരു മാറ്റം കുറച്ച് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പെൺപിള്ളേർ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിത് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നന്നായി ഇന്ന് നമുക്കൊരു കോറായിട്ടുള്ളൊരു ടീമിനും കൂടെ തോന്നിക്കാൻ പറ്റുന്നുണ്ട്. അത് സത്യമാണ് എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവത്തില്ല.
ഈ ചോദ്യങ്ങൾ നമ്മൾ ഈ പരിപാടിയിൽ നിന്ന് ഇരിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ഞാനത് ഉത്തരം പറയാന്നുള്ളതല്ല. നമുക്ക് ഈ പ്രശ്നങ്ങൾ അറിയാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇതിനെല്ലാത്തിനും പരിഹാരമുള്ള ഒരു മനുഷ്യനുമല്ല. നമുക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലായിരിക്കും നമുക്ക് സൊല്യൂഷൻ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുക.